കബർസ്ഥാനോട് ഇങ്ങനെ പോകുമ്പോൾ ഇത് ഇന്നലെ മിഞ്ഞാന്നുണ്ടായ കബറ കണ്ട മനസ്സിലാവും. ഒരു പുതിയ മണ്ണും ഒരു നനവൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് പുതിയ കബറാണ്. അബൂഹുറൈറ പറയണേ, നബി ഇങ്ങനെ നടന്നു പോയി, നബി അവിടെ നിന്നു, സഹാബത്ത് നിന്നു. നബി പറയാണ്, ഈ കബറാളി, ഈ കബർ കിടക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ഇപ്പൊ എന്താ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ്സിൽ അയാൾ എങ്ങാനും ഭൂമിക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബംഗ്ലാവല്ല സഹോദരങ്ങളെ, പുതിയ ഇലക്ട്രിക്കിന്റെ വോൾവോ കാറല്ല അയാൾക്ക് ഇഷ്ടപ്പെട്ടത്, ബംഗ്ലാവുകളല്ല, ബിസിനസ് അല്ല. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. നബി പറഞ്ഞു, നിങ്ങൾ പുച്ഛിക്കും, നിങ്ങൾ നിസ്സാരമായി കാണുന്ന 2 റക്അത്ത്. ഈ പള്ളിക്കൽ കയറി വരുമ്പോൾ 1:08 കയറി 1:08 30 സെക്കൻഡാ, 1 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ജമാഅത്ത് തുടങ്ങാം. പക്ഷെ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നമുക്കറിയാം 1.5 മിനിറ്റ് കൊണ്ട് സുന്നത്ത് നിസ്കരിച്ചാം. നമ്മൾ ഫാത്തിഹ മാത്രം നിസ്കരിച്ചു, കൂലിട്ടോയിന്. അതാണ് ഏറ്റവും നിസ്സാരമായ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതാണ് ഈ കബറാളിപ്പ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നബി പറഞ്ഞു കൊടുക്കുകയാണ്. വേറെ ദുനിയാവല്ല. അങ്ങനെ ലോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കൊക്കെ വരും. കബറില് നമ്മളെ മേലെ കൂടെ ആൾക്കാർ നടന്നു പോകും. ആ സമയത്ത് സഹോദരങ്ങളെ, ഇത് ഇപ്പൊ പറഞ്ഞെന്തിനാ? അത് സഹാബത്തിനെ പറഞ്ഞു കൊടുക്കണേ. ആ കിടക്കുന്ന മനുഷ്യനൊന്നും ചെയ്യാല്ലേ, വിചാരണ മാത്രമേ കാത്തുക്കണുള്ളൂ, അള്ളാന്റെ കാരുണ്യത്തിൽ മാത്രമേ പിന്നെ പ്രതീക്ഷയുള്ളൂ. പക്ഷെ നമുക്ക് പറഞ്ഞു തരുന്നതിനാ? ഇത് ചെയ്യാനുള്ള സമയമാണ്, ആരോഗ്യമുണ്ട്, അറിവുണ്ട്, ഇതിനിപ്പോ പറ്റും നിസ്കരിക്കാനേ. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. ആ ഒരു ബോധം ഉണ്ടാകണം. നമ്മുടെ കബറിൽ അതേ ഉണ്ടാവുള്ളൂ, നമ്മൾ ചെയ്തതേ നമുക്ക് ഉണ്ടാവുള്ളൂ.